Hi guys, welcome back to NVD class. നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡയമെൻഷനെ കുറിച്ച് വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് ഡയമെൻഷൻ? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ ഡയമെൻഷൻ ആക്കാൻ പറ്റും, എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ യൂണിറ്റ് കണ്ടെത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എന്തായാലും കാണണം. കാരണം ഇന്നത്തെ വീഡിയോ മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് മനസ്സിലാവണമെങ്കിൽ ആ ഡയമെൻഷന്റെ കൺസെപ്റ്റ് ഫുൾ ആയിട്ട് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ വീഡിയോ മസ്റ്റ് കണ്ട ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ ഒന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഒരു തത്വമാണ്. അപ്പൊ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഇക്വേഷൻ വിചാരിച്ചു. സപ്പോസ് എന്റെ കയ്യിൽ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സി എന്നൊരു ഇക്വേഷൻ എന്ന് വിചാരിച്ചോ. അപ്പൊ ഇതില് എയും ബിയും സിയും ഒക്കെ എന്താണ് ഈ ഇക്വേഷനകത്തുള്ള ടേംസ് ആണ് അല്ലെ. ആ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളൊരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷന്റെ അകത്തുള്ള എല്ലാ ടേംസിന്റെ ഡയമെൻഷനും എന്താവണം, സെയിം ആവണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എനിക്കിതിന് ഇങ്ങനെ എഴുതാൻ പറ്റും: ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി എന്ന് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി. ക്ലിയർ അല്ലേ? വേണമെങ്കിൽ നമുക്ക് ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം, സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിക്കുന്നതാണ് ഡയമെൻഷൻ നിങ്ങൾ കാണിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും: ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി. ഇതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. അപ്പൊ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് വെച്ചാൽ, ഡയമെൻഷൻ ഓഫ് ഓൾ ടേംസ് ഇൻ എൻ ഇക്വേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ആർ സെയിം. ഇക്വേഷന് രണ്ട് സൈഡ് ഉണ്ടാവും. ഇത് LHS സൈഡ് ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്, ഇത് RH സൈഡ് ആണ്. അപ്പോ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറഞ്ഞാൽ, ഡയമെൻഷൻ ഓഫ് ഓൾ ടേംസ് ഇൻ എൻ ഇക്വേഷൻ വെദർ ഇറ്റ്സ് LHS ഓർ RHS, രണ്ട് കേസിലും എടുത്താൽ എന്താണ്, അവിടുത്തെ എല്ലാ ടേമിന്റെയും ഡയമെൻഷൻസ് എന്താണ്, സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഡയമെൻഷൻ ഓഫ് ഓൾ ടേംസ് on the both sides of the equation are same. എന്ന് വെച്ചാൽ ഡയമെൻഷൻ ഓഫ് ഓൾ ടേംസ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ്സും ഓഫ് ദ ഇക്വേഷൻ ആർ സെയിം. ഇത് നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഇനി ഇതിനെ മറ്റൊരു രീതിയിലും കൂടെ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഇക്വേഷന്റെ അകത്ത് എയും ബിയും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനെയും ബിനെയും തമ്മിൽ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. സപ്പോസ് എന്റെ കയ്യിൽ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു 10 kg ഉണ്ടെന്ന് വിചാരിച്ചു, അതേപോലെ ഒരു 5 സെക്കൻഡ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്കറിയാം, ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഒന്ന് മാസ് ആണ്, ഒന്ന് എന്താ ടൈം ആണ്. അപ്പൊ ഞാൻ 10 kg 5 സെക്കൻഡ് കൊണ്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ 10 kg കൂടെ ഇത് മാറ്റിയിട്ട് ഞാൻ 5 kg എന്നാക്കുകയാണെങ്കിൽ എനിക്ക് 15 kg ഉണ്ടാവും. പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ kg രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും സെയിം ആണ്. ഓക്കെ അല്ലെ? പക്ഷെ ഇവിടെ സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എടുത്തു നോക്കിയാൽ, ഈ ഇക്വേഷന്റെ അകത്തുള്ള എയും ബിയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എയും ബിയും തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ആ എയുടെയും ബിയുടെയും ഡയമെൻഷൻ എന്താവണം, സെയിം ആവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇക്വേഷന്റെ അകത്തുള്ള ടേംസുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിലും കൂടി ഡിഫൈൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡെഫിനിഷൻ: the terms in an equation can be added or subtracted only when their dimensions are same. The terms in an equation
ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. അഡീഷനും സബ്ട്രാക്ട് കുറക്കലും കൂട്ടലും സെയിം പ്രോസസ് ആണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് only when their ഡയമെൻഷൻസ് ആർ സെയിം. ഡയമെൻഷൻസ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷന്റെ അകത്തുള്ള ടേമുകളെ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഈ ഡെഫിനിഷനും നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ ഡെഫിനിഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ആ ഇക്വേഷനിൽ വാലിഡ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ എക്സാമ്പിൾ ആണ് നോക്കൂ. ഞാൻ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കുകയാണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പൊ ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്? വി ഒരു ടേം ആണ്, എ ഒരു ടേം ആണ്, എ ടി ഒരു ടേം ആണ്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഈ എ ടിനെ കംപ്ലീറ്റ് ആയിട്ടൊരു ടേം എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, സാർ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഓക്കെ, പക്ഷെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ അഡീഷന് സബ്ട്രാക്ഷന് മാത്രമേ ഡയമെൻഷന്റെ കാര്യമുള്ളൂ, ഡയമെൻഷൻ ഈക്വൽ ആവേണ്ട കാര്യമുള്ളൂ. പക്ഷെ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒക്കെ വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ രണ്ട് ഡിഫറെന്റ് ഡയമെൻഷൻ ആണെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങളെ ആ ഒരു പ്രോസസ്സിൽ ബാധിക്കൂല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എയും ടിയും നിങ്ങൾ ഡിഫറെന്റ് ഡയമെൻഷൻ ആണെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുത്തു വെച്ചാൽ ഈ ഇക്വേഷനകത്ത് വിയും യുയും എ ടിയും അല്ലെ, വി ഒരു ടേം ആണ്, യു ഒരു ടേം ആണ്, എ ടി ഒരു ടേം ആണ്. അപ്പൊ നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ഈ മൂന്ന് ടേമിന്റെ ഡയമെൻഷനും എന്താവണം? സെയിം ആവണം. എന്നാലേ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, ഫൈനൽ വെലോസിറ്റി ആണ്. യു എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. എ ആക്സലറേഷൻ ആണ്, ടി ടൈം ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ വിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു -1 ആണ്. ആണല്ലോ. യുടെ വെലോസിറ്റി ഉണ്ടല്ലേ, ഇത് വെലോസിറ്റി ആണ്, അപ്പൊ ഇതും വെലോസിറ്റി അല്ലേ? ഫൈനൽ വെലോസിറ്റി ആണെന്നേ ഉള്ളൂ, അല്ല ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ രണ്ടാം ഡയമെൻഷൻ സെയിം അല്ലേ? ഇനി അതേപോലെ എ ടി. അപ്പൊ അത് ഓക്കെ. ഈ 18 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ ആക്സലറേഷൻ ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു -2 ആണ് ഇൻറ്റു ടൈമിന്റെ ടി ആണ്. അപ്പോൾ ടി റേസ് ടു 1 ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ടി റേസ് ടു -1 ഇങ്ങനെ വരും, ടി റേസ് ടു -2 + 1 വരും. അപ്പൊ എത്ര വരിക? എൽ ടി റേസ് ടു -1. ഇവിടെ കണ്ട ഈ ഡയമെൻഷനും ഒക്കെ എന്തായി? ഈക്വൽ ആയില്ലേ? ഇത് തന്നെയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഒരു ഇക്വേഷൻ അകത്ത് എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷനകത്തുള്ള എല്ലാ ടേമിന്റെ ഡയമെൻഷനും സെയിം ആണ്. അത് അപ്പുറത്തെ സൈഡ് ആണെങ്കിൽ എൽ എച്ച് എസ് ആണെങ്കിൽ ആർ എച്ച് എസ് ആണെങ്കിലും ഓക്കെ അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയാം. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും അപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മനസ്സിലാവില്ല. ക്ലിയർ അല്ലേ? പഠിക്കാനും പറ്റില്ല. ക്ലിയർ അല്ലേ? അപ്പോ മനസ്സിലായി വിചാരിക്കണം, എഴുതും. ഓക്കെ, ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ആണ് എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ, വേർ എക്സ് ഈസ് ഇൻ മീറ്റർ ആൻഡ് ടി ഈസ് ഇൻ സെക്കൻഡ്. ഫൈൻഡ് ഡയമെൻഷൻസ് ആൻഡ് യൂണിറ്റ്സ് ഓഫ് എ, ബി ആൻഡ് സി. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷന്റെ അകത്തുള്ള എക്സ് എന്താന്ന് പറഞ്ഞിട്ട് മീറ്ററിലാണ്. അപ്പൊ എക്സ് മീറ്ററിലാണെങ്കിൽ എക്സ് ഒരു ലെങ്ത് ആണ്, അപ്പൊ അതിന്റെ ഡയമെൻഷൻ എല്ലാം എന്ന് വിചാരിക്കണം. പിന്നെ അതേപോലെ തന്നെ ടി വന്നിട്ട് ടി ടൈമാണ്, അപ്പൊ ടൈമിന്റെ ഡയമെൻഷൻ ടി തന്നെയാണ്. അപ്പൊ അത് രണ്ടും ഓർക്കണം. പിന്നെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ഡയമെൻഷൻ ആൻഡ് യൂണിറ്റ്സ് ഓഫ് എ, ബി ആൻഡ് സി. ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടില്ല, അല്ലെങ്കിൽ മിസ്സിംഗ് ആയെന്നല്ല, ഡയമെൻഷൻ അറിയാത്ത എന്റെയും ബിന്റെയും സിന്റെയും ഡയമെൻഷൻ നിങ്ങളോട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാം. അപ്പൊ നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ഡയമെൻഷൻ ഓഫ് ഓൾ ടേംസ് ഇൻ ഇക്വേഷൻ ആർ സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയമെൻഷനും ഇതിന്റെ ഡയമെൻഷനും ഇതിന്റെ ഡയമെൻഷനും ഇതിന്റെ ഡയമെൻഷനും എന്തല്ലേ? സെയിം അല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഡയമെൻഷൻ ഓഫ് എക്സ് equal to dimension of A is equal to dimension of BT is equal to dimension of CT square. ഇങ്ങനെ എഴുതി കൂടെ? പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഡയമെൻഷൻ എല്ലാം ആണ്, ലെങ്ത് അല്ലേ, മീറ്ററിലല്ലേ. പിന്നെ അതേപോലെ ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്, ടൈമിന്റെ ഡയമെൻഷൻ ടി ആണ്. അപ്പൊ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ഡയമെൻഷനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതി കൂടെ? കാരണം എക്സും എയും ഈക്വൽ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതി കൂടെ? പ്രശ്നമില്ലല്ലോ. ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഇത് ഈക്വൽ ആണ്, റെഡി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എന്താ വരിക? എക്സ് എന്ന് പറഞ്ഞാൽ
മീറ്റർ ആണ്. അപ്പൊ ലെങ്ത് ആണ് ഡയമെൻഷൻ. അപ്പൊ എക്സ് എന്താണ് എൽ ആണ്. സോ എ ഡയമെൻഷൻ എന്താണ് എൽ ആണ്. യൂണിറ്റ് എന്താണ് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ അത് കഴിഞ്ഞ് സിമ്പിൾ ആണ്. ഓക്കെ അല്ലെ? ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് ബി കണ്ടുപിടിക്കണമെങ്കിൽ ഇതും ഈക്വൽ എന്ന് പറഞ്ഞൂടെ? അതല്ലേ ഈക്വൽ അല്ലേ? അപ്പൊ അങ്ങനെ ഇതും ഈക്വൽ അല്ലേ? അപ്പൊ അങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ബി ടി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതി കൂടെ? ഓക്കെ അല്ലെ? ആ ബി അവിടെ നിർത്തിയിട്ട് ടീനെ അങ്ങ് താഴ്ത്തുണ്ട്. അപ്പൊ ബി ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ടി ഇങ്ങനെ എഴുതി കൂടെ? പക്ഷേ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നേരിട്ട് ചെയ്ത്. അപ്പൊ ബി അതുപോലെ ഇടുക. ടിയുടെ ഡയമെൻഷൻ എന്താണ്? ടി. ബി ടി ഈസ് ഈക്വൽ ടു അതേപോലെ തന്നെ എക്സിന്റെ ഡയമെൻഷൻ എന്താണ്? എൽ അല്ലെ? അത് നേരെ കൊണ്ടുപോകുക. ബി ഈസ് ഈക്വൽ ടു എൽ ബൈ ടി അല്ലെ? ടി മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? എൽ ടി റേസ്റ്റ് 1 ആണ്. മുകളിലേക്ക് -1 ആവും. ആയില്ലേ? ബി ഡയമെൻഷൻ ആയില്ലേ? വെലോസിറ്റി ആണ് ബി. എന്തായാലും കണ്ടാ എൽ ടി റേസ്റ്റ് മൈനസ് വെലോസിറ്റിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിയുടെ യൂണിറ്റ് എന്താ? യൂണിറ്റ് ലെങ്ത്തിന്റെ മീറ്റർ, ടൈമിന്റെ സെക്കൻഡ്. അപ്പൊ മീറ്റർ സെക്കൻഡ് റേസ്റ്റ് -1. സിമ്പിൾ. അതേപോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാം. ഇതും ഈക്വൽ എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. അപ്പോ സി ഈക്വൽ ടു എക്സ് ബൈ ടി സ്ക്വയർ. ഇത് നേരം കൊണ്ടുപോകാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലെ? എക്സിന്റെ ഡയമെൻഷൻ എന്താ? എൽ ഡിവൈഡഡ് ബൈ ടി ഡയമെൻഷൻ എന്താ? ടി സ്ക്വയർ. അത് മുകളിലേക്ക് പോകും. അപ്പൊ എന്താവും? എൽ ടി റേസ് ടു -2. ഓക്കെ അല്ലെ? ഇത് ശരിക്കും എൽ ടി റേസ് ടു -2 ആക്സലറേഷൻ ആണ്. അപ്പൊ യൂണിറ്റ് എന്താ വരിക? യൂണിറ്റ് മീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഇത്രയുള്ളൂ പണി. ഓക്കെ അല്ലെ? അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോ ഇവിടെ ഈ ഇക്വേഷനകത്ത് നോക്കേണ്ട എന്താണ്? ഇവിടെ ഓരോ ടേമിന്റെ ഡയമെൻഷനും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യം ഇതും ഈക്വൽ എന്ന് പറയാം. എന്നിട്ട് അതിന് ഡയമെൻഷൻ കൊടുക്കുക. ഇതും ഈക്വൽ എന്ന് പറയാം, ഡയമെൻഷൻ കൊടുക്കുക. ഇതും ഈക്വൽ എന്ന് പറയാം, ഡയമെൻഷൻ കൊടുക്കുക. ഡയമെൻഷൻ കണ്ടെത്തുക. അതിന്റെ കൂടെ എന്ത് കണ്ടെത്തുക? യൂണിറ്റ് കണ്ടെത്തുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്തായാലും എഴുതിക്കോ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് എക്സാമിന്. അപ്പോൾ ഈ ഒരു മോഡല് പഠിച്ചു വെക്കുക. ഓക്കെ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഇസ് ഇക്വൽ ടു ആർ ടി. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എ ബി വേർ പി ഈസ് പ്രഷർ, വി ഈസ് വോളിയം ആൻഡ് ടി ഈസ് ടെമ്പറേച്ചർ ആൻഡ് ആർ ഈസ് ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം പോലെയല്ല, ഇത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ചോദ്യത്തിൽ നമുക്ക് പിന്നെ ഈച്ച് ടേംസ് കണ്ടിട്ടുണ്ട്. അതിൽ അഡീഷന്റെ സംഭവങ്ങളൊക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മെത്തേഡിൽ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല. കാരണം ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഓൾ ടേംസ് ഇൻ ഇക്വേഷൻ ആണ് സെയിം എന്ന് പറഞ്ഞാൽ ഇതിനെ ടോട്ടൽ ആയിട്ട് ഒരു ടേം ആയിട്ട് കണക്കാക്കേണ്ടി വരും. പിന്നെ ഇതിനൊരു ടേം ആയിട്ട് കണക്കാക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെ ഡയമെൻഷനും സെയിം ആണെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ നോക്കണം. പക്ഷെ അങ്ങനെ ചെയ്താൽ അത് കിട്ടൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മള് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിക്ക് രണ്ടാമതൊരു ഡെഫിനേഷൻ പറഞ്ഞിരുന്നു. ആ ഡെഫിനേഷൻ എന്താന്ന് വെച്ചാൽ ഒരു ഇക്വേഷന്റെ അകത്തുള്ള ടേംസുകളെ ആഡ് ചെയ്യണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും അവയുടെ ഡയമെൻഷൻ എന്താവണം? സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഈ രണ്ട് ടേമുകൾ ആഡ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എന്താവണം? സെയിം ആവണം. അതേപോലെ തന്നെ ഈ വിയും ബിയും തമ്മിൽ എന്ത് ചെയ്യാണ്? സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമെൻഷൻസ് എന്ത് ചെയ്യണം? സെയിം ആവണം. അപ്പൊ ആ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെയ്യാൻ പോണത്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ എഴുതുന്ന സമയത്ത് അല്ലെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? ഡയമെൻഷൻ ഓഫ് പി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ബൈ വി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ അല്ലെ? റെഡി അല്ലേ? നമുക്ക് ഈ എ ഡയമെൻഷൻ അല്ലേ വേണ്ട. അപ്പൊ ഇതിന് നേരെ കൊണ്ടുപോകും. അപ്പൊ എന്താ വരിക? പി വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എന്ന് എഴുതാം അല്ലെ? പി പ്രഷർ ആണ്. പ്രഷറിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്? പി എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ആണ്. അതാണ് പ്രഷറിന്റെ ഡയമെൻഷൻ. പിന്നെ വിയുടെ വോളിയത്തിന്റെ ഡയമെൻഷൻ എന്താണ്? എൽ ക്യൂ. എല്ലാവർക്കും അറിയാം. സെറ്റ് അല്ലേ? പിന്നെ അതേപോലെ അത് മതി. ടെമ്പറേച്ചർ വേണ്ട. ടെമ്പറേച്ചർ ബാക്കിയൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇത് രണ്ടും ഇവിടെ പറയുന്നതേ ഉള്ളൂ. ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് വേണ്ട ആവശ്യമില്ല. അപ്പൊ ഇടല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഏ ഡയമെൻഷൻ കിട്ടുന്ന പ്രഷറിന്റെ വോളിയത്തിന്റെ ഡയമെൻഷൻ കൊടുത്താൽ പോരെ? അപ്പോ വോളിയത്തിന്റെ ഡയമെൻഷൻ അല്ല, പ്രഷറിന്റെ ഡയമെൻഷൻ എന്താ? എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ഇൻറ്റു എൽ
ക്യൂബ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഹോൾ റേസ് 6 ആവും. അപ്പോൾ എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 മൾട്ടിപ്ലൈ പവറിന്റെ പവറിന് മൾട്ടിപ്ലൈ. ഇപ്പൊ എൽ റേസ് ടു 6. ഇവിടെ നോക്ക്, എം എൽ റേസ് ടു -1 രണ്ട് സാധനം പവേഴ്സിന് ആഡ് ചെയ്യാം. -1 + 6 തേ ആണ് ഇൻറ്റു ടി റേസ് ടു -2. -1 + 6 എത്രയാ? 5. അപ്പോൾ എന്താ വരിക എയുടെ വിച്ച് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ എന്താ വരിക? എ ഇസ് ഈക്വൽ ടു ml റേസ് ടു 5 ടി റേസ് ടു -2. ഇതാണ് എന്തിന്റെ ഡയമെൻഷൻ? ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള എ ഡയമെൻഷൻ. അപ്പൊ അത് കിട്ടി. അപ്പൊ അത് ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചെയ്യണമെങ്കിൽ ഇത് രണ്ടിന്റെയും നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇത് രണ്ടിന്റെ ഡയമെൻഷൻ എന്താണോ? സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനസ് ഒന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പൊ വി ഈസ് ഈക്വൽ ടു ബി അല്ലെ? വി എന്ന് പറഞ്ഞാൽ വോളിയം അല്ലെ? അപ്പൊ ബി ഈസ് ഈക്വൽ ടു വോളിയത്തിന്റെ ഡയമെൻഷൻ എന്താ? എൽ ക്യൂബ്. എൽ ക്യൂബ് സിമ്പിൾ. എൽ ക്യൂബ് കിട്ടി. ഇത്രേ ഉള്ളൂ പണി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് ഒന്ന് കത്തിയാൽ മതി. അപ്പൊ ആദ്യത്തെ കൺസെപ്റ്റിലൂടെ അല്ല ഇത് ചെയ്തതെന്നുള്ളത് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഇത് വീണ്ടും എക്സാമിന് ചോദിക്കാം. ഇത് എക്സാമിന് ചോദിച്ചിട്ട് ചോദ്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും സെറ്റാക്കിയിട്ട് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. ഡയമെൻഷണൽ മെത്തേഡിന്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ രണ്ട് അപ്ലിക്കേഷൻ ഉള്ളത്. അതിൽ ഒന്നാമത് ടു ചെക്ക് കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ അപ്ലിക്കേഷൻ ആണ് ടു ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ റിലേഷൻസ് എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. അതാണ് എന്ത്? രണ്ടാമത്തെ അപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു ചെക്ക് കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോട്ട്സ് എഴുതുമ്പോൾ ഇത് ആദ്യം എഴുതിയെടുക്കുക. മെയിൻ ഹെഡിങ് എഴുതിയിട്ട് ഇത് എഴുതിയെടുക്കുക. എന്നിട്ട് രണ്ട് അപ്ലിക്കേഷൻസ് എഴുതിക്കുക. ഒരു എക്സാമിലേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോദ്യം ഉണ്ടായിരുന്നു, വാട്ട് ആർ ദി യൂസസ് ഓഫ് ഡയമെൻഷണൽ മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് യൂസസ് ആണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അത് എഴുതിയ ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ ആദ്യത്തെ അപ്ലിക്കേഷന്റെ ഹെഡിങ് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? മായ്ക്കാണ്. ആദ്യത്തെ അപ്ലിക്കേഷന്റെ ഹെഡിങ് ആണ് ഞാൻ എഴുതുന്നത്. ഇതാണ് ആദ്യത്തെ അപ്ലിക്കേഷൻ. ഇതിങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ എന്ന് വിചാരിച്ചു. ഈ ഇക്വേഷൻ എങ്ങനെയാണ് ശരിയാണോ തെറ്റാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഇതിൽ മെയിൻ യൂസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി തന്നെയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വേഷന്റെ അകത്തുള്ള ടേംസിന്റെ ഡയമെൻഷൻ ഒക്കെ സെയിം ആണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ഏത് വശമാണെങ്കിലും ആർ എച്ച് എസ് സൈഡ് ആണെങ്കിലും എൽ എച്ച് എസ് സൈഡ് ആണെങ്കിലും ആ രണ്ട് വശങ്ങളിലുള്ള ഇക്വേഷനകത്തുള്ള ടേംസിന്റെ ഡയമെൻഷൻ ശരിയായി മതി. അതേ സെയിം ഐഡിയ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷന്റെ കറക്റ്റ്നെസ് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക. ഇഫ് ഡയമെൻഷൻ ഓഫ് LHS of an equation is equal to dimension of RHS of an equation, then the equation is correct. If dimension of LHS of an equation is equal to dimension of RHS of an equation, then the equation is correct. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷനകത്ത് LHSഉം RHSഉം ഉണ്ടെങ്കിൽ ആ LHSന്റെയും RHSന്റെയും ഡയമെൻഷൻ സെയിം ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ഡയമെൻഷൻ ഓഫ് LHS ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയാൽ തെറ്റൊന്നുമില്ല. ഓക്കെ ആണോ? അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ഞാൻ എടുക്കാം. എന്നിട്ട് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണല്ലോ എക്സാമ്പിൾ എടുക്കാം. S ഈസ് ഈക്വൽ ടു ut പ്ലസ് ½ AT². ഈ ഇക്വേഷൻ നമ്മളൊന്ന് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ അല്ലെ? അപ്പൊ അതിന് വേണ്ടി ഞാൻ ആദ്യം LHS ഭാഗം എടുക്കുകയാണ്.
LHS എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന നീളാണ്, ലെങ്ത് ആണ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്താണ്? L ആണ്. സോ അത് കഴിഞ്ഞു. ഇപ്പൊ LHS കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? RHS ഒന്ന് എടുക്കാൻ പോവാണ്. RHS നോക്കുമ്പോൾ RHS രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് UT ഉണ്ട്, പിന്നെ ഹാഫ് AT² ഉണ്ട്. അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ആ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡയമെൻഷനും ഇതിന്റെ ഡയമെൻഷനും സെയിം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് LHS ഉം RHS ഉം ഈക്വൽ എന്ന് പറയാം, ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറയാം. അതാണ് ചെയ്യേണ്ട മെത്തേഡ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? RHS ഭാഗം നോക്കുകയാണ്. UT എന്ന് പറഞ്ഞാൽ U എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ്. T എന്താണ്? ടൈം ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഡയമെൻഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഡയമെൻഷൻ LT⁻⁻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 ⁻ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വിച്ച് ഈസ് ഈക്വൽ ടു LT⁻⁻1+1 വരും. ഇതൊന്നും ക്യാൻസൽ ചെയ്യാം. അപ്പൊ T⁻0 വരും. T⁻0 1 ആണ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ കിട്ടി. എന്തിന്റെ? നമ്മുടെ RHS UTയുടെ ഡയമെൻഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഹാഫ് AT² ചെക്ക് ചെയ്ത് നോക്കാം. ഹാഫ് AT² ചെക്ക് ചെയ്യുമ്പോൾ ഒരു സാധനം ശ്രദ്ധിക്കുക. ഹാഫ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും കൊടുക്കണ്ട. ബാക്കി AT² മാത്രം ഡയമെൻഷൻ കൊടുത്താൽ. ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഡയമെൻഷൻ LT⁻⁻2 ആണ്. ഇൻറ്റു ടൈമിന്റെ ഡയമെൻഷൻ T ആണ്. ഒരു സ്ക്വയർ ഉണ്ട് അവിടെ. അപ്പൊ T². അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താവും? LT⁻2 ആവും. അതെന്താവും? ക്യാൻസൽ ആവും. T⁻0 എന്ന് വരും. അപ്പൊ എന്താ വരിക? L എന്ന് തന്നെ വരും. ഇപ്പൊ കണ്ടോ? ഇതിന്റെ ഡയമെൻഷനും സെയിം ആയി. അപ്പൊ RHS രണ്ട് ടേംസിന്റെ ഡയമെൻഷനും എന്തായി? സെയിം ആയി. സോ അത് LHS എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡയമെൻഷൻ ഓഫ് LHS ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഇക്വേഷൻ ഈസ് കറക്റ്റ് എന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു മെത്തേഡിൽ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ എഴുതും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫസ്റ്റ് ആപ്ലിക്കേഷന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. 2-3 പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ചോദ്യമാണ് ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഗിവൺ ഇക്വേഷൻ V is equal to √GM/r where V is orbital velocity, G is gravitational constant and R is radius of earth and M is mass of earth. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ V is equal to √GM/r. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇക്വേഷനകത്ത് തന്നിരിക്കുന്ന ടേമുകളുടെ ഒക്കെ എന്തറിയണം? ഡയമെൻഷൻ അറിയണം. അതാണ് ആദ്യം വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം LHS ഭാഗം നോക്കാം. LHS ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെലോസിറ്റി ആണ് V എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റി എന്ത് വെലോസിറ്റി ആയിക്കോട്ടെ, വിയുടെ ഡയമെൻഷൻ എന്താണ്? വിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. അതിൽ സംശയമൊന്നുമില്ല. അത് ഏത് വെലോസിറ്റി ആയിക്കോട്ടെ. ഇനി അവിടെ G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഒന്ന് പഠിച്ചിരിക്കണം കാണാതെ. M⁻⁻1 L³ T⁻⁻2 ആണ്. ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ. പിന്നെ അതേപോലെ തന്നെ അവിടെ തന്നിരിക്കുന്നത് മറ്റൊരു സാധനമാണ് എന്ത്? റേഡിയസ് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നീളല്ലേ. അപ്പൊ അതിന്റെ ഡയമെൻഷൻ L തന്നെയാണ്. അപ്പൊ അത് ഓക്കെ. പിന്നെ അടുത്തത് മാസിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം. മാസ് ഓഫ് എർത്ത് M. ഓക്കെ, അപ്പൊ അതിന്റെ ഡയമെൻഷൻ ഒക്കെ ആയി. നമ്മൾ എന്ത് ചെയ്യുക? LHS ഭാഗം നോക്കുക. LHS വെലോസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ LT⁻⁻1. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ LHS ഭാഗം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? RHS ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. RHS ഭാഗത്ത് ഇതാണുള്ളത്. അപ്പോൾ റൂട്ടുണ്ട്. ഈ റൂട്ടിന്റെ അകത്താണ് ഈ GM/r ഉള്ളത്. അപ്പോൾ ജിയുടെ ഡയമെൻഷൻ എന്താ? ഇതാണ് M⁻⁻1 L³ T⁻⁻2 ഇൻറ്റു അത് കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? എമ്മിന്റെ ഡയമെൻഷൻ M ഡിവൈഡഡ് ബൈ R. എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ്, ലെങ്ത് L. ഓക്കെ അല്ലേ? അപ്പൊ എന്താ സംഭവിക്കും? ഇവിടെ മുകളില് 3 L താഴെ 1 L ഉണ്ട്. അപ്പൊ ഈ L മൂന്നെണ്ണത്തിൽ ഒന്ന് വെട്ടിപ്പോകും. അപ്പൊ L² ആണ്. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ M⁻⁻1 M⁻⁻1 ആണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ -1+1 വരും. -1 + 1 0. അപ്പൊ എനിക്ക് ഇതും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പൊ അതും പോയി. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? √L² T⁻⁻2 ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം.
റൂട്ട് എക്സിനെ എനിക്ക് എക്സ് റേസ് ടു ഹാഫ് എന്ന് എഴുതാം. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. റൂട്ട് എക്സിനെ എനിക്ക് എക്സ് റേസ് ടു ഹാഫ് എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സാധനമുണ്ട്, റൂട്ട് ഓഫ് എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. ഇതിനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് എൽ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ടി റേസ് ടു മൈനസ് ടു. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, കാരണം ഈ റൂട്ട് ഈ എല്ലിനും ടി റേസ് ടു മൈനസ് ടുവിനും ബാധകമാണ്. അപ്പൊ ഞാൻ രണ്ടും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി ഞാൻ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ എൽ സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതി കൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. റൂട്ട് എക്സിന്റെ എക്സ് റേസ് ടു ഹാഫ് അല്ലേ, റൂട്ട് എക്സിന് പകരം എൽ സ്ക്വയർ ആണെന്നുള്ളൂ. അപ്പൊ എൽ സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതി കൂടെ? ഇൻറ്റു ഇവിടെ ടി റേസ് ടു മൈനസ് ടു ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതി കൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് അറിയാം, പവറിന്റെ പവർ എന്ന ഗുണിക്കലാണ്. ഗുണിക്കുമ്പോൾ ഈ ടൂവും വെട്ടിപ്പോവും. ഇവിടെ മൈനസ് ടൂവും ഈ ടൂവും വെട്ടും, ഇവിടെ -1 ബാക്കി ഉണ്ടാവും. അപ്പോൾ എന്താ വരിക? എൽ ഉണ്ടാവും, എൽ റേസ് ടു 1 ടി റേസ് ടു -1. അതാണ് അത് കിട്ടുക. അപ്പൊ അത് റൂട്ട് കണ്ട് കളയും, റൂട്ട് പോവും. അപ്പൊ എന്താ സംഭവിക്കുക? എൽ റേസ് ടു 1 ടി റേസ് ടു -1 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോ എൽ എച്ച് എസും ആർ എച്ച് എസും രണ്ട് ഭാഗത്തെ ഡയമെൻഷനും സെയിം അല്ലേ? ഓക്കെ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നതിന് മുമ്പ് ഈ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതണ്ടായിരുന്നു, അത് ഞാൻ അവിടെ എഴുതാൻ വിട്ടുപോയി. നിങ്ങൾ എഴുതണേ റൂട്ട് ഓഫ് ജി എം ബൈ ആർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണേ. റൂട്ട് ഓഫ് ജി എം ബൈ ആർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണേ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. അപ്പോ എൽ ടി റേസ് ടു -1 എൽ ടി റേസ് ടു -1 എൽ എച്ച് എസും ആർ എച്ച് എസ് ഈക്വൽ ആണ്. സോ ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ്. അപ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഇതാണ് ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ അല്ലേ? 2 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ വേഗം എഴുതിക്കോ, നമുക്ക് വീണ്ടും അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു 2π√L/G where f is frequency, L is length of the pendulum and G is acceleration due to gravity. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്, എഫ് ഈസ് ഈക്വൽ ടു 2π√L/G. ഈ ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് ആദ്യം നമ്മൾ ഈ ഓരോ ടേമിന്റെ ഡയമെൻഷൻ നമ്മൾ എന്ന് എഴുതണം. എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഡയമെൻഷൻ ടി റേസ് ടു -1 ആണ്. അതൊക്കെ. പിന്നെ ലെങ്ത്, എൽ ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദി പെൻഡുലം. അപ്പൊ എൽ ഡയമെൻഷൻ എൽ ആണ്, സംശയമൊന്നുമില്ല. ഓക്കെ. അടുത്തത് ജി. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സലറേഷൻ ആണ് എൽ ടി റേസ് ടു -2. അപ്പൊ അതൊക്കെ. ഇനി നമ്മൾ പരിപാടി എന്താ വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ എൽ എച്ച് എസും ആർ എച്ച് എസിന്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യുക. എൽ എച്ച് എസ് എഴുതുക, എഫ് ഫ്രീക്വൻസി ആണ്, ഡയമെൻഷൻ ടി റേസ് ടു -1. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ആർ എച്ച് എസ്. ആർ എച്ച് എസിലുള്ളത് 2π√L/G ആണ്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യണം. ഈ 2π എന്ന കോൺസ്റ്റന്റ് ആണ്, മൈൻഡ് ചെയ്യേണ്ട, ബാക്കിയുള്ളത് നോക്കിയാൽ മതി. അപ്പൊ റൂട്ട് ഓഫ് ഇവിടെ എൽ എന്താണ്? ലെങ്ത് ഓഫ് ദി പെൻഡുലം എൽ ഡിവൈഡഡ് ബൈ ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എൽ ടി റേസ് ടു -2 അല്ലെ? അപ്പൊ താഴെ എല്ലുണ്ട്, മുകളിലും എല്ലുണ്ട്, ക്യാൻസൽ ആയി പോയി. അപ്പോ ടി റേസ് ടു -2 മുകളിലേക്ക് ഉണ്ടായപ്പോ എന്താ വരിക? റൂട്ട് ടി സ്ക്വയർ എന്ന് വന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ റൂട്ട് ടി സ്ക്വയർ, റൂട്ട് എക്സ് റേസ് ടു ഹാഫ്. അപ്പൊ അതേപോലെ ഇവിടെ ടി സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫ് വരും. അപ്പോൾ റൂട്ടിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ ആ റൂട്ട് എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. സോ ഇതിന്റെ ആൻസർ വരിക ടി എന്നാണ്. അതിന്റെ ഡയമെൻഷൻ കിട്ടി എന്താണ്? ടി. അപ്പൊ ഇവിടെ നോക്ക്, എൽ എച്ച് എസിന്റെ ഡയമെൻഷൻ ആർ എച്ച് എസിന്റെ ഡയമെൻഷൻ നോക്കുമ്പോൾ ശരിയല്ല. സോ എൽ എച്ച് എസ് നോട്ട് ഈക്വൽ ടു ആർ എച്ച് എസ് ആണ്. അപ്പോ ദിസ് ഇക്വേഷൻ ഈസ് റോങ്. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇതിന്റെ റൈറ്റ് ഇക്വേഷൻ എന്താന്നുള്ളത്? അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ റൈറ്റ് ഇക്വേഷൻ ഇതാണ്, ടി ഈക്വൽ ടു 2π√L/G ആണ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക, സൈഡിൽ എഴുതി വെച്ചത്. ഇതാണെന്ത്? റൈറ്റ് ഇക്വേഷൻ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ എഴുതിക്കോ. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മുടെ ഡയമെൻഷണൽ മെത്തേഡിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ്, ടു ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ റിലേഷൻസ് നിങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കുക. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം?
അത് പറയാം. അപ്പോ ഇതാണ് ആ പ്രോബ്ലം. ദ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ എഫ് എന്ന് വിളിക്കുകയാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി ബോഡി. മാസ് ഓഫ് ദി ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. മാസിനെ ഞാൻ എം എന്ന് വിളിക്കുകയാണ്. മാസ് ഓഫ് ദി ബോഡി. പിന്നെ വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് റേഡിയസ് ഓഫ് സർക്കുലാർ പാത്ത് എന്ന് വെച്ചാൽ സർക്കുലാർ പാത്തിന്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് 3 കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒന്ന് മാസ് ഓഫ് ദി ബോഡി, വെലോസിറ്റി ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കുലാർ പാത്ത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി യൂസിങ് മെത്തേഡ് ഓഫ് ഡയമെൻഷൻ. ഡയമെൻഷന്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ നിങ്ങളോട് ഡിറൈവ് ചെയ്തെടുക്കാൻ പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഈ ആപ്ലിക്കേഷന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവില്ല, പകരം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യന്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചുകൊണ്ട് നിങ്ങൾ എന്തുണ്ടാക്കണം, ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ആദ്യം. എന്നിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഒരു ഫോഴ്സ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റുമോ, എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം വി ആർ എന്ന് എഴുതിക്കൂടെ? പ്രശ്നമൊന്നുമില്ല. കാരണം എം മാറുമ്പോൾ എഫ് മാറും, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വി മാറുമ്പോൾ എഫ് മാറും, ആർ മാറുമ്പോൾ എഫ് മാറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം വി ആർ എന്ന് എഴുതുന്നതിൽ പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് വരും, കെ വരും, ഒരു കോൺസ്റ്റന്റ് വരും, എം വി ആർ എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണ ഇതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം. ഇതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഇവിടെ വിക്ക് ഒരു സ്ക്വയർ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ക്വയർ ഉണ്ട്. അപ്പോ ഈ സ്ക്വയർ ഈ വി എന്ന വെലോസിറ്റിയുടെ പവറാണ്. അപ്പോ ഇവിടെ നമ്മൾ ഒരു റിലേഷൻ ഇടുമ്പോൾ എങ്ങനെ എഴുതുമ്പോ ഇവിടെ എമ്മിന് പവർ ഉണ്ടാവാം, അറിയില്ല. വിക്ക് പവർ ഉണ്ടാവാം, അറിയില്ല. ആറിന് പവർ ഉണ്ടാവാം, അറിയില്ല. ഉണ്ടാവാതിരിക്കാം. അപ്പൊ നമ്മളൊക്കെ അറിയാം മാത്സിന്റെ അകത്ത് നമ്മൾ ഒരു സാധനം അറിയില്ല എങ്കിൽ എക്സ് വൈ എന്നൊക്കെ നമ്മൾ കൊടുക്കും. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് കൊടുക്കണം, എമ്മിന്റെ പവർ അറിയാത്തതുകൊണ്ട് എക്സ് കൊടുക്കണം, വിയുടെ പവർ അറിയാത്തതുകൊണ്ട് വൈ കൊടുക്കണം, ആറിന്റെ പവർ അറിയാത്തതുകൊണ്ട് എന്ത് കൊടുക്കണം, സെറ്റ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, എഫ് ഈസ് ഈക്വൽ ടു കെ എം റൈസ് ടു എക്സ് വി റൈസ് ടു വൈ ആർ റൈസ് ടു സെറ്റ്. ഈ എം വി ആർ ഒക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അതിന്റെ പവേഴ്സ് എന്താന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് എക്സ് വൈ സെറ്റ് എന്ന് കൊടുത്തു. അതാണ് അവിടെ ചെയ്തത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി നമ്മൾ പരിപാടി എന്താ വെച്ചാൽ ഇനിയാണ് നമ്മൾ ഡയമെൻഷനിലേക്ക് വരിക. ഇനി നമ്മൾ ഇവിടെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും തന്നിട്ടുണ്ട്. ആ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഡയമെൻഷൻ കൊടുക്കുക. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യന്റെ അകത്ത് കെ ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ എന്ത് എഴുതേണ്ട ആവശ്യമില്ല, കെയുടെ വാല്യൂ എഴുതേണ്ടില്ല, ആവശ്യമില്ല. കെ 1 ആയി പോയി. എഫ് ഈസ് ഈക്വൽ ടു എം റൈസ് ടു എക്സ് വി റൈസ് ടു വൈ ആർ റൈസ് ടു സെറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കൊടുക്കുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ, എഫ് ഈസ് ഈക്വൽ ടു എം എൽ റൈസ് ടു -2 ഫോഴ്സിന്റെ ഡയമെൻഷൻ അല്ലെ. ഇനി അടുത്തത് മാസിന്റെ ഡയമെൻഷൻ അറിയാം, ഒരു ഡൗട്ടും ഇല്ല. പിന്നെ അടുത്തത് വെലോസിറ്റി ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1 അതും ഓക്കെ. പിന്നെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അപ്പൊ ആറിന്റെ ഡയമെൻഷൻ എൽ. ഓക്കെ, ഇത്രയും ഡയമെൻഷൻസ് ആണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. ഞാൻ ഇക്വേഷൻ തൽക്കാലം എന്ത് കൊടുക്കുക, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഓരോ ഡയമെൻഷനും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്താ വരിക, എം എൽ റൈസ് ടു അല്ല എൽ ടി റൈസ് ടു -2 ഈസ് ഈക്വൽ ടു ഇവിടെ എം വരും, മാസിന്റെ എം റൈസ് ടു എക്സ് ഉണ്ടെങ്കിൽ ഇത് എഴുതണ്ട, നമുക്ക് തൽക്കാലം ലാസ്റ്റ് എഴുതാം. ജസ്റ്റ് ഇക്വേഷൻ ആയിട്ട് ആദ്യം എഴുതാം. -2 എം റൈസ് ടു എക്സ് വി എന്താണ്, എൽ ടി റൈസ് ടു -1 ഹോൾ റൈസ് ടു വൈ അല്ലെ. വെലോസിറ്റി ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1, 6 ലെങ്ത് ആണ്, റേഡിയസ് അപ്പൊ എൽ റൈസ് ടു സെറ്റ്. ഓക്കെ അല്ലെ. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, അതേപോലെ ഇവിടെ 1 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ വൈ ഈ എല്ലിനും ബാധകമാണ്, ഈ ടിക്കും ബാധകമാണ്. അപ്പൊ ഇവിടെ പവറിന്റെ മൾട്ടിപ്ലൈ, അപ്പൊ 1 × വൈ അപ്പോൾ എൽ റൈസ് ടു വൈ എന്ന് വരും. പിന്നെ ഈ ടി റൈസ് ടു -1 × വൈ, അപ്പൊ ടി റൈസ് ടു -y എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും, എം റൈസ് ടു 1 എൽ റൈസ് ടു 1 ടി റൈസ് ടു -2 ഈസ് ഈക്വൽ ടു എം റൈസ് ടു എക്സ് എൽ റൈസ് ടു വൈ ടി റൈസ് ടു -y എൽ റൈസ് ടു സെറ്റ്. ഓക്കെ അല്ലേ.
റെഡി അല്ലേ? ഇനി നോക്കൂ, ഇവിടെ രണ്ട് എൽ ഉണ്ട്, പവർ വൈയും സെറ്റും ആണ്. അപ്പൊ പവേഴ്സിന് ആഡ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: എം റേസ് ടു 1 എൽ റേസ് ടു 1 ടി റേസ് ടു -2 ഈസ് ഈക്വൽ ടു എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ പ്ലസ് സെഡ് ടി റേസ് ടു -y. ഇത് രണ്ടും ആഡ് ചെയ്തു. സെറ്റ് അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഇനി ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. മാത്സ് ആണേ. എക്സ് റേസ് ടു എ വൈ റേസ് ടു ബി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ക്യൂബ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എയും ബിയും എന്താന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇക്വേഷൻ തുല്യമാവണമെങ്കിൽ എക്ക് പകരം ഇവിടെ എന്ത് വരണം? 2 വരണം. ബിക്ക് പകരം എന്ത് വരണം? 3 വരണം. അപ്പോഴല്ലേ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ ക്യൂബ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പവർ ഈ എ എത്രയാവും? എയുടെ ആൻസർ എത്രയാവും? 2 അല്ലേ? അതേപോലെ ബിയുടെ ആൻസർ എന്താവും? 3 അല്ലേ? കാരണം ഇതും 2 വന്നാലല്ലേ എക്സ് സ്ക്വയർ ആവുള്ളൂ, ഇവിടെ 3 വന്നാലല്ലേ വൈ ക്യൂബ് ആവുള്ളൂ. അപ്പോഴല്ലേ ഈ രണ്ട് ഇക്വേഷൻ തുല്യമാവുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എയുടെ ആൻസർ എന്താ? 2 ആണ്. ബിയുടെ ആൻസർ എന്താ? 3 ആണ്. അതേ ആയിരുന്നു ഇവിടെ അപ്ലൈ ചെയ്തേ. ഇവിടെ നോക്ക്, ഈ ഇക്വേഷൻ തുല്യമാവണമെങ്കിൽ ഇവിടുത്തെ എമ്മിന്റെ പവറും ഈ എക്സിന്റെ പവറും തുല്യമാവെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇത് എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതിക്കൂടെ? അവിടുത്തെ പവർ എക്സ്, ഇവിടുത്തെ പവർ എം. അപ്പൊ എക്സ് ഈക്വൽ ടു 1 എഴുതിക്കൂടെ? അതേപോലെ തന്നെ ഇവിടെ എല്ലിന്റെ പവർ നോക്കുമ്പോൾ ഇവിടെ വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 എഴുതിക്കൂടെ? അതേപോലെ തന്നെ ഇവിടെ ടിയുടെ പവർ നോക്കുമ്പോൾ -y ഈക്വൽ ടു -2 എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ആ ഐഡിയ തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എക്സും വൈയും സെഡും അടങ്ങിയിട്ടുള്ള ഒരു 3 ഇക്വേഷൻ കിട്ടും. ആ 3 ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈയും സെഡും കണ്ടുപിടിക്കാൻ പറ്റും. ആ എക്സും വൈയും സെഡ് കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനകത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അതാണ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം എമ്മിന്റെ പവറാണ് നോക്കുന്നത്. എമ്മിന്റെ പവർ നോക്ക്, എക്സ് ആണ് ഇവിടെ വന്നത്. അപ്പൊ എനിക്ക് എക്സ് ഈക്വൽ ടു 1 എഴുതാം. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ ആയി. ഇനി അടുത്തത് എല്ലിന്റെ പവർ നോക്ക്, വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1. അപ്പൊ എല്ലിന്റെ പവർ നോക്കുമ്പോൾ വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 എഴുതാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ടിയുടെ പവർ നോക്കുമ്പോൾ -y ഈക്വൽ ടു -2. -y ഈക്വൽ ടു -2. അപ്പൊ ഈ -2 വെട്ട y ഈക്വൽ ടു 2. y കിട്ടി. മൈയുടെ വാല്യൂ എന്താ? 2. എക്സിന്റെ വാല്യൂ അവിടെ ഉണ്ട് 1. അപ്പൊ എനിക്ക് സെഡ് ആണ് വേണ്ടത്. അപ്പൊ y നിങ്ങൾക്ക് അറിയാം 2. അപ്പൊ ഈ y എടുത്ത് ഇവിടെ കൊടുക്കുക. അപ്പൊ 2 പ്ലസ് സെഡ് ഈക്വൽ ടു 1. 2 അപ്പുറത്തുണ്ടോ? അപ്പൊ മൈനസ് ആവും. 1 - 2 -1 അപ്പൊ z ഈക്വൽ ടു -1 അല്ലെ? അപ്പൊ എക്സ് കിട്ടി, y കിട്ടി, z കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിങ്ങനെ എഴുതാം. പുട്ട് എക്സ് വൈ സെഡ് ഇൻ ഇക്വേഷൻ 1. എക്സും വൈയും സെഡും നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1-നകത്ത് കൊടുക്കുക. അപ്പോ എന്താ പറയുക? എഫ് ഈസ് ഈക്വൽ ടു എം. എക്സ് എത്രയാ? 1. എം റേസ് ടു എക്സ് അല്ലേ? വി റേസ് ടു വൈ. വൈ എന്താണ് ഇവിടെ? 2 അല്ലെ? ഇനി ആർ റേസ് ടു സെഡ് എത്രയാ? -1. ഓക്കെ അല്ലേ? ഇത്ര എഴുതിയാലും മതി, ആൻസർ ആയി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനൊന്ന് ഭംഗി കൂട്ടാം. നമുക്കറിയാം ഈ ആർ റേസ് ടു -1 താഴേക്ക് വേണ്ടത് ഡിവൈഡർ ബൈ 1 എന്നുണ്ട്. അപ്പം ആർ റേസ് ടു -1 താഴേക്ക് വേണമെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് നിങ്ങളുടെ എന്തിന്റെ ഇക്വേഷൻ? സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇത് നിങ്ങൾ പഠിക്കും. ഇനി വരുന്ന ചാപ്റ്ററുകളിലൊക്കെ സർക്കുലർ മോഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് കണ്ടെത്തി? സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾ എന്ത് ചെയ്ത് കണ്ടെത്തി. അപ്പൊ ഇതാണ് എന്ത്? ഈ ഒരു മെത്തേഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. എന്താണെന്നുള്ളത്, ദ ടൈം പീരീഡ് ടി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി ബോബ്, പിന്നെ ലെങ്ത് ഓഫ് ദി പെൻഡുലം എൽ. മാസ് ഓഫ് ദി ബോബ് എം ആണ്, ലെങ്ത് ഓഫ് ദി പെൻഡുലം എൽ ആണ്. ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. ഒബ്റ്റെയിൻ ദ റിലേഷൻ യൂസിങ് ഡയമെൻഷണൽ മെത്തേഡ്. അപ്പൊ നമുക്ക് ഇവിടെ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. അപ്പൊ അത് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്, സിമ്പിൾ പെൻഡുലം വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മളൊരു, എന്റെ കയ്യിൽ ഒരു നൂലുണ്ട്. ആ നൂല് ഇതാന്ന് വിചാരിച്ചോ. ആ നൂലിന്റെ താഴെ ഞാനൊരു ചെറിയൊരു ബോൾ തൂക്കിയിട്ടുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ്, ഇതിനൊരു സ്ഥലത്ത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതിനെ പറയുന്ന പേരാണെന്ത്? സിമ്പിൾ പെൻഡുലം. നമ്മള് വീട്ടിലെ ക്ലോക്ക് ഒക്കെ കണ്ടിട്ടില്ലേ, താഴെ പെൻഡുലം? അതേപോലെ തന്നെ ആ ക്ലോക്കിന്റെ അതേ സംഭവം തന്നെ, പക്ഷെ പകരം ഒരു നൂലും ഒരു ബോബും. അതാണ് സംഭവം. അപ്പൊ ഇതിൽ ഈ എല്ലാണ്, ഈ നൂലിന്റെ നീളാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ മാസാണ് ഈ ബോബിന്റെ സാധനം. അപ്പൊ ഇതാണ് മാസ് ഓഫ് ദി ബോബ്.
ഇതാണ് എന്ത് സിമ്പിൾ പെൻഡുലം. അപ്പൊ ഇവിടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ ഈ ബോബിൻ ജസ്റ്റ് ഒന്ന് വലിച്ച് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഓസിലേറ്റ് തെളിക്കും, ഇങ്ങനെ ഇവിടെ എത്തും, ഇങ്ങനെ ഓസിലേറ്റ് തെളിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് റിലീസ് ചെയ്ത സമയത്ത് ഇത് നേരെ അവിടെ പോയി തിരിച്ചു ഇവിടെ തന്നെ എത്തും. അങ്ങനെയാണെങ്കിൽ ആ എടുക്കുന്ന സമയം, ആ ഓസിലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ എന്താ പറയാ, ടൈം പീരീഡ് എന്ന് പറയാം. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കും, ലാസ്റ്റ് ചാപ്റ്ററിലൊക്കെ നിങ്ങൾ പഠിക്കും. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവിടെ റിലേഷൻ ഉണ്ടാക്കുകയാണ് ഡയമെൻഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് ടൈം പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സിലായി, ലെങ്ത് ഓഫ് ദി പെൻഡുലം ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സിലായി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സിലായി. അപ്പൊ നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. ടി ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് എം, പിന്നെ ലെങ്ത് ഓഫ് ദി പെൻഡുലം എൽ, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. ഇങ്ങനെ എഴുതാം. സെറ്റ് അല്ലേ? അപ്പോൾ ആ റിലേഷൻ ആയി. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കുക, കോൺസ്റ്റന്റ് ഉണ്ടാവും, കെ ഉണ്ടാവും, കെ എം എൽ ജി. റെഡല്ലേ? ഇനി നമുക്ക് എന്താ അറിയില്ല, ഇതിന്റെ പവേഴ്സ് അറിയില്ല, എമ്മും എല്ലും ജിന്റെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ടി ഈസ് ഈക്വൽ ടു കെ എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ ജി റേസ് ടു സെഡ് എഴുതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോന്നിന്റെ ഡയമെൻഷനും കൊടുക്കുക. അപ്പൊ അവിടെ ആദ്യം ടി ഡയമെൻഷൻ ടൈം പീരീഡ് ആണ്, ടൈം പീരീഡ് ഡയമെൻഷൻ ടി തന്നെ, അത് അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് മാസ് ഓഫ് ദി ബോബ്, മാസ് ഓഫ് ദി ബോബ് എം തന്നെയാണ്, അപ്പൊ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ എല്ലിന്റെ ഡയമെൻഷൻ എന്താ, എൽ ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി പെൻഡുലാണ് നീളം എൽ. പിന്നെ അതേപോലെ ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ആക്സിലറേഷൻ ആണ് എൽ ടി റേസ് ടു -2. ഓക്കെ, അപ്പൊ അതായി. നമ്മൾ എന്ത് ചെയ്യാ, ഈ വാല്യൂസ് മൊത്തം ഇവിടെ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ടി ഈസ് ഈക്വൽ ടു കെ എമ്മിന്റെ എം, അപ്പൊ എം റേസ് ടു എക്സ് എന്ന് വരും, ടി അതന്നെ, പിന്നെ എൽ ലെങ്ത് എൽ, വൈ റേസ് ടു വൈ, ജി എന്താണ് ആക്സിലറേഷൻ എൽ ടി റേസ് ടു -1 ഹോൾ റേസ് ടു സെഡ്, ഇവിടെ 1 ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു പരിപാടി ചെയ്യണം. ഇവിടെ ഈ ഇക്വേഷനിൽ ഇവിടെ എം ഉണ്ട്, ഇവിടെ എല്ലും ഉണ്ട്, ടി ഉണ്ട്, പക്ഷെ ഇവിടെ ടി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എമ്മും എല്ലും മിസ്സിംഗ് ആയതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ എമ്മും എല്ലിനെ ഞാൻ കൊണ്ടുവരാം. എനിക്ക് ഇക്വേഷൻ വേണമെങ്കിൽ എഴുതി കൂടെ 1 × 1 × എന്ന് എഴുതി കൂടെ, പ്രശ്നമൊന്നുമില്ല. 1 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ 1 കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ 1ന്റെ പകരം എം റേസ് ടു 0 എന്ന് എഴുതി കൂടെ, പ്രശ്നമില്ല. എം റേസ് ടു 0 ഏത് സംഖ്യയുടെ പവർ 0 എടുത്താലും 1 ആണ്. അതേപോലെ എൽ റേസ് ടു 0 എടുത്തൂടെ. ഓക്കെ അല്ലെ? 1. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം, എന്താണെന്നുള്ളത് അടുത്ത സ്റ്റെപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 1 ഈ സെറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ പവറിന്റെ പവർ എൽ റേസ് ടു സെറ്റ് വരും, ടി റേസ് ടു -സെറ്റ് എന്ന് വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി റേസ് ടു 1 ഈക്വൽ ടു കെ എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ എൽ റേസ് ടു സെഡ് 1 × z ടി റേസ് ടു -z. ഓക്കെ അല്ലേ? അപ്പൊ ഈ എല്ലും ആഡ് ചെയ്യുക, പവേഴ്സ് വൈയും സെറ്റും ആണ്, അപ്പോൾ ആഡ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി റേസ് ടു 1 ഈക്വൽ ടു കെ എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ പ്ലസ് സെഡ് ടി റേസ് ടു -z. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഒരേ ടേമുകൾ ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, പവേഴ്സിന് ഈക്വൽ ആണെന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ എം ഇല്ലാത്തതുകൊണ്ട് എം ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ ഇതിന് രണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. എൽ ഇല്ലാത്തതുകൊണ്ട് എല്ലിന് പവർ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമ്പോൾ എൽ റേസ് 0 എനിക്ക് ഗുണം ചെയ്യും. അതിനാണ് അത് ചെയ്തത്. പിന്നെ ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, എന്താ സംഭവിക്കുന്നത്. എമ്മിന് എന്താ വരുന്നത്, എക്സ് ഈക്വൽ ടു 0 അല്ലെ? പവർ എക്സ്, ഇവിടുത്തെ പവർ 0, അപ്പോൾ എക്സ് ഈക്വൽ ടു 0, എമ്മിന്റെ കിട്ടി എക്സ് ഈക്വൽ ടു 0. ഇനി അടുത്തത് എല്ലിന്റെ വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0, വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0 അല്ലെ? റെഡി അല്ലേ? ഇനി അതേപോലെ ടീന്റെ എന്താ വരുന്നത്, ടി -z ഈക്വൽ ടു 1 അല്ലെ? -z ഈക്വൽ ടു 1, ടി -z ഈക്വൽ ടു 1. സെറ്റ് അല്ലേ? അല്ല, ഒരു പ്രശ്നം വന്നിട്ട് ഇവിടെ 2 അല്ലേ, എൽ ടി റേസ് ടു കഴിഞ്ഞാൽ മൈനസ് കിട്ടും. അപ്പോൾ ഇവിടെ -2 ഉണ്ട്, ഇവിടെ -2z ആണേ മൾട്ടിപ്ലൈ. അപ്പൊ ചെറിയൊരു തെറ്റിട്ടിരിക്കുന്നു, ഇവിടെ -2z. ഓക്കെ, അതാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് അവിടെ പറ്റി. ഞാൻ അത് നോക്കിയായിരുന്നു, ഇവിടെ -2 ഇവിടെ നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഓക്കെ, അപ്പൊ അത് റെഡി. -2 × z. ഓക്കെ, അത് ഓക്കെ ആണ്. അപ്പൊ നമ്മളവിടെ കൊടുക്കുക, ഇവിടെ -2z ഈക്വൽ ടു 1 അല്ലെ? -2z ഈക്വൽ ടു 1. ഇവിടെ എനിക്ക് z കിട്ടിയില്ലേ, ഈ -2 കൊണ്ടുപോകും. അപ്പൊ z ഈക്വൽ ടു -½ എന്ന് കിട്ടി. അപ്പൊ z ന്റെ വാല്യൂ കിട്ടി -½ ആണ്. പിന്നെ x ഓൾറെഡി 0 ആണ്. അപ്പൊ y വേണം. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുക, y z ന്റെ കൊടുക്കുക,
പ്ലസ് മൈനസ് 2 ഈക്വൽ ടു 0. ആ -2 അപ്പുറത്ത് കൊണ്ടുപോവുക. സെറ്റിന് പകരം -2 1/2 കൊടുക്കുക. 1/2 കൊടുത്തു കഴിഞ്ഞാൽ -1/2 അപ്പുറത്ത് കൊണ്ടുപോകുക. പ്ലസ് 1/2 y ഈസ് ഈക്വൽ ടു ഹാഫ്. അപ്പൊ അത് കിട്ടി. എക്സും വൈയും സെഡും കിട്ടി. ഇനി നമ്മൾ എന്ത് ഇക്വേഷൻ 1 കൊടുക്കുക. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ എക്സ് കോമ വൈ കോമ സെഡ് ഇൻ ഇക്വേഷൻ 1. അപ്പൊ എന്താ വരിക? ടി ഈസ് ഈക്വൽ ടു കെ എം റൈസ് ടു എക്സ് എത്രയാ? 0. അപ്പൊ എം റൈസ് ടു 0 1 ആവും. എൽ റൈസ് ടു വൈ, വൈ എത്രയാ? ഹാഫ് അല്ലേ? ജി റൈസ് ടു സെഡ്, സെഡ് എത്രയാ? -1/2. ഇത്ര എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ഇനി ഇവിടെ വേണമെങ്കിൽ ഇതിനൊന്ന് ഭംഗിയൊക്കെ എഴുതാം. എം റൈസ് 0 1 ആണ്. ഈ ഇതിനെങ്ങനെ എഴുതാൻ പറ്റുമോ? ടി ഈസ് ഈക്വൽ ടു കെ എൽ റൈസ് ടു ഹാഫ്, ഇതിന് താഴത്തുണ്ടിരിക്കുക, ഡിവൈഡഡ് ബൈ ജി റൈസ് ടു ഹാഫ്. അങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? നമുക്കറിയാം എക്സ് റൈസ് ടു ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എക്സ് ആണ് അല്ല. അപ്പൊ ഇതിന് റൂട്ട് എല്ലും റൂട്ട് ജി എഴുതിക്കൂടെ? അപ്പൊ ഇതിന് എങ്ങനെ എഴുതാൻ പറ്റുമോ? ടി ഈസ് ഈക്വൽ ടു കെ റൂട്ട് എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ജി. ഇനി എന്ത് ചെയ്യുക? ഈ റൂട്ടുകൾ തമ്മിൽ കമ്പൈൻ ആക്കുക. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു കെ റൂട്ട് എൽ ബൈ ജി. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇക്വേഷൻ, ഓർമ്മ ഉണ്ടാവും. മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കെക്ക് പകരം 2π വരുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഇക്വേഷൻ വരിക. അപ്പൊ ഇവിടെ 2π നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ കെ ഇട്ടുള്ളൂ. ഇനി കെയുടെ വാല്യൂ ഇവിടെ തന്നിട്ടില്ലെങ്കിൽ ആ കെ അതുപോലെ തന്നെ ഇട്ടിട്ട് അവസാനം വരെ കൊണ്ടുപോകുക. ഇനി കെയുടെ വാല്യൂ ക്വസ്റ്റ്യൻസിൽ തന്നെയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇവിടെ കെയുടെ വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് കെ അതുപോലെ തന്നെ ഇടുക. ഇതിന്റെ കെയുടെ വാല്യൂ ശരിക്കും 2π ആണ് വരിക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് എൽ ബൈ ജി ആണ് ഇതിന്റെ ഇക്വേഷൻ വരിക എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പല ക്വസ്റ്റ്യൻസും ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്, കാരണം ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മുടെ മെയിൻ ഡയമെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ലിക്കേഷനും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഒക്കെ പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ് എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.